Good morning, students. Keam 2021 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The value of sigma k equal to 5 to 36 1 by k square minus k is. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ സിഗ്മ k equal to 5 to 36 1 by k square minus k ആണ്. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? k is equal to 5 to 36 1 by ഈ k square minus k ൽ നിന്ന് k പുറത്തെടുക്കുന്നു. അപ്പോൾ k into k minus 1. k into k minus k കോമൺ ആയിട്ട് പുറത്ത് വരുമ്പോൾ k into k minus 1. ഇതിനെ ഞാൻ ചെയ്യാൻ പോകണമെന്ന് നോക്കിയേ. സിഗ്മ k equal to 5 to 36 ഈ ന്യൂമറേറ്ററിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നു? k minus k minus 1 divided by k into k minus 1. ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തേ? ഒരു പ്ലസ് k ആഡ് ചെയ്തു, ഒരു മൈനസ് k ഇവിടെ ചെയ്തു. കണ്ടോ? ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ k ക്യാൻസൽ ചെയ്യും, +1. അപ്പൊ ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ റൈറ്റ് വേണ്ടിയിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയേ. സിഗ്മ k equal to 5 to 36 k by k into k minus 1 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സിഗ്മ k equal to 5 to 36 k minus 1 divided by k into k minus 1. ഇതിൽ kയും kയും കട്ടാവും, k minus 1 കട്ടാവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? സിഗ്മ k equal to 5 to 36 1 by k minus 1 ആദ്യത്തെ ടൈം കിട്ടും. രണ്ടാമത്തെ ടൈം എന്താ കിട്ടണേ? സിഗ്മ k equal to 5 to 36 1 by k. ഇനി ഞാൻ ഇതില് കെയുടെ വാല്യൂ കൊടുക്കാൻ പോവാണ്. കെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്ത് 5 നിന്നാണ്. അപ്പൊ ആദ്യത്തെ വാല്യൂ നമ്മൾ കെക്ക് 5 കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാം. k equal to 5 to 36 1 by k minus 1 minus 1 by k എന്ന് എഴുതാം. ഇനി കെക്ക് നമ്മൾ 5 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേക്ക്? 1 by 4 minus 1 by 5 ഫസ്റ്റ് ടൈം കിട്ടും. ഇനി പ്ലസ് രണ്ടാമത്തെ ടൈം എന്താ കിട്ടണേ? കെക്ക് നമ്മൾ 6 കൊടുക്കുക. 6 കൊടുക്കുമ്പോൾ ഇവിടെ 1 by 5 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 1 by 6 കിട്ടും. ഇനി അടുത്ത ടൈം എന്താ കിട്ടണേ? നമ്മൾ കെക്ക് 7 കൊടുക്കുമ്പോൾ 1 by 7 1 by 7 കൊടുക്കുമ്പോൾ 7 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 by 6 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? 1 by 7 പ്ലസ് എക്സെട്രാ കൊടുത്ത് വരുമ്പോൾ അവസാനത്തെ ടൈം നമുക്ക് എന്താ കിട്ടണേ? k is equal to 36 കൊടുക്കുമ്പോൾ 1 by 35 minus 1 by 36. അപ്പോ അതിന് തൊട്ട് മുമ്പുള്ള ടൈം എന്തായിരിക്കും? 35 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 1 by 34 minus 1 by 35. ഇത് നോക്കാം. ഇതിൽ ഏതൊക്കെ ക്യാൻസൽ? 1 by 5 ക്യാൻസൽ ആവും. 1 by 6 അങ്ങനെ ക്യാൻസൽ ആയി അവസാനം 5 അവശേഷിക്കും. 1 by 4 minus 1 by 36 അവശേഷിക്കും. ബാക്കി എല്ലാ ടേംസും കട്ടായി. ഇനി ഇതിന്റെ LCM നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 36 4 9 പ്രാവശ്യം, 36 1 ഒരു പ്രാവശ്യം. അപ്പൊ 9 - 1 8 8/36 കിട്ടും. 8/36 എന്ന് പറഞ്ഞാൽ എന്താണ് സംഖ്യ? നമ്മൾ അതിനെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് ഇതിനെ 4 കൊണ്ട് വെട്ടാം അല്ലെ? 4 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 വരും. ഇത് 4 8 താഴെ എന്ത് വരും? 9. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 2/9. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് 2/9 ആൻസർ. ഇവിടെ നമ്മൾ ചെയ്ത മാർഗം നോക്കിയേ. ഈ k സ്ക്വയർ മൈനസ് k നെ ഞാൻ k into k minus 1 എഴുതി. അതിനുശേഷം ന്യൂമറേറ്ററിൽ k minus k minus 1 എഴുതി. k minus k minus 1 അത് എഴുതി കഴിഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 by k minus 1 minus 1 by k എന്ന് കിട്ടി. അതിനുശേഷം kക്ക് നമ്മൾ 5 മുതൽ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ഈ -1 by 5 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ 1 + 5 ഉണ്ടാവും. ഇവിടെ 1 by 6 ഉണ്ടെങ്കിൽ ഇവിടെ +1 by 6 ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് അവസാനം നമുക്ക് അവശേഷിക്കുന്ന ടൈം ഏതായിരിക്കും? ഈ ഫസ്റ്റ് ടൈമോ ലാസ്റ്റ് ടൈം ആയിരിക്കും. ബാക്കിയൊക്കെ കട്ടായി പോകും. ബാക്കി അപ്പോൾ 1 by 4 minus 1 by 30 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2/9 ആണ് കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ. അടുത്ത പ്രോബ്ലം ചെയ്യും. അടുത്ത പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം. If A1 A2 A3 etc. AN are AP with A1 is equal to 3, AN is equal to 39 and A1 plus A2 plus etc. plus AN is equal to 210. Then the value
value of n is equal to a first 8, b 10, c 1, d 13, e 15. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് A1, A2, A3 എക്സെട്ര ANR AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിൽ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 3 ആൻഡ് ലാസ്റ്റ് ടേം 39 തന്നിട്ടുണ്ട്. A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി സം എത്രയാണ്? 210. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഫോർമുല എന്താണ്? SN സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു A പ്ലസ് AN. രണ്ട് ഫോർമുലയുണ്ട്. n/2 ഇൻറ്റു A പ്ലസ് അല്ലെ 2A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. A പ്ലസ് ഇത് ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. n/2 ഇൻറ്റു A പ്ലസ് AN. അപ്പൊ SN എത്രയാണ്? 210. n/2 നമുക്ക് അറിയില്ല, n അറിയില്ല. A എന്ന് പറഞ്ഞ എത്രയായിരുന്നു? 3 ആണ്. A എന്ന് പറഞ്ഞ എത്രയാണ്? 39 ആണ്. അപ്പൊ നോക്കാം n/2 ഇൻറ്റു 39 പ്ലസ് 3 എത്രയാണ്? 39 3 42. അപ്പോ n ഇൻറ്റു ഇവിടെ വെട്ടിക്കളയുമ്പോൾ 21 വരും. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ എത്രയാണ്? 210/21. അപ്പൊ ആൻസർ എത്ര കിട്ടാൻ? നമുക്ക് 10 വരും. 10 എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. n = 10. അടുത്ത പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം, മൂന്നാമത്തെ പ്രോബ്ലം. Let Tn n is equal to 1, 2, 3, etc. The nth term of the AP 5, 8, 11, etc. Then the value of n for which Tn is equal to 305 is A 101, B 100, C 103, D 99, E 95. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Let Tn n equal to 1, 2, 3, the nth term of AP 5, 8, 11, etc. Let n is equal to 1, 2, 3. The nth term of the AP 5, 8, 11 ആണ്. നമുക്ക് nth term ആണ് n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. Be the nth term of the AP 5, 8, 11. Then the value of n for which Tn is equal to 305. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം A എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 5 തന്നിട്ടുണ്ട്. ഇതിന്റെ കോമൺ ഡിഫറൻസ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 8 - 5 3. കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് എന്താണ്? the value of n for which Tn എന്ന് പറയുകയാണ് nth ടേം എത്രയാണ്? 305 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. ഈ ഫോർമുല ഉപയോഗിക്കാം. ഈ ഫോർമുല A എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഫസ്റ്റ് ടേം ആണ്. n മൈനസ് D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് Tn. Tn എത്രയാണ്? Tn എന്ന് പറഞ്ഞാൽ 305. A എന്ന് പറഞ്ഞാൽ 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. n മൈനസ് 1 ഇൻറ്റു 3. അപ്പൊ നമുക്ക് n മൈനസ് 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 305 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അപ്പൊ n മൈനസ് 1 എത്ര കിട്ടണം നമുക്ക്? 300 ഡിവൈഡഡ് ബൈ 3. എത്ര പറഞ്ഞാൽ 300/3 എത്രയാണ്? 13. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് നമുക്ക്? എന്നിന്റെ വാല്യൂ 300/3 അല്ലെ. 300/3 എന്ന് പറഞ്ഞാൽ 100 ആണ് കിട്ടുന്നത്. n മൈനസ് 1 is equal to 100. Therefore n is equal to 100 പ്ലസ് 1 that is equal to 101. 100 എന്നുള്ള ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. എ എന്നൊരു ആൻസർ ആണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ഫോർമുലയാണ്. നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ nth ടേം കാണാനുള്ള ഫോർമുല അറിയാം. ആ ഫോർമുല എന്താണ്? an is equal to a plus n minus 1. ആ ഫോർമുലയില് എ ഉണ്ട്, ഡി ഉണ്ട്, ടി എൻ ഉണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. 101 ആൻസർ കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം കേട്ടോ.